അടുത്തതായി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രരചനയാണ്. ആദ്യം നമ്മൾ എ എഴുതി. എ കൊണ്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നല്ല രസമുള്ള ഒരു ചിത്രമാണ്. ഇതുപോലെ എഴുതുക. എന്നിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് വരയ്ക്കണം. കണ്ടോ, ഇതുപോലെ ഒരു കൂളിംഗ് ഗ്ലാസ് വരയ്ക്കുക. കൂളിംഗ് ഗ്ലാസിൻ്റെ ഉള്ളിൽ നന്നായി പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുക. ഇതുപോലെ നന്നായി കറുപ്പിക്കുക. പിന്നെ ഒരു മൂക്ക് വരയ്ക്കുക. പിന്നെ ചുണ്ട് വരയ്ക്കുക. ഇതുപോലെ ചുണ്ട് വരയ്ക്കുക. ഇനി നമ്മൾ മുഖത്തിൻ്റെ ഷേപ്പ് വരയ്ക്കണം. ഇനി നമ്മൾ മുടി ഇതുപോലെ വരയ്ക്കുക. ചെവി വരയ്ക്കുക. കമ്മൽ വരയ്ക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലുള്ള മുടി കൂടെ വരയ്ക്കുക. കഴുത്ത് വരയ്ക്കുക. അപ്പോൾ നമ്മളിങ്ങനെ എ ഉപയോഗിച്ച് ഒരു ആൻറ്റിയെ വരച്ചു. എ ഫോർ ആൻറ്റി. കണ്ടോ, AUNTY ആൻറ്റി. എല്ലാവരും എഴുതി പഠിക്കുകയും വേണം കേട്ടോ. നിങ്ങൾ അക്കങ്ങളെക്കുറിച്ചുള്ള പാർട്ട് 1 വീഡിയോ കണ്ടു കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമ്മുടെ അടുത്ത ചിത്രം ബി എന്ന അക്ഷരം കൊണ്ടാണ്. ബിയുടെ ആദ്യ ഭാഗം കുറച്ച് ചെറുതും രണ്ടാമത്തെ ഭാഗം കുറച്ച് നീളമുള്ളതുമായിരിക്കണം. എന്നിട്ട് ആ ഭാഗത്തായിട്ട് ഒരു തൊപ്പി വരയ്ക്കുക. പിന്നെ 2 കണ്ണുകൾ വരയ്ക്കുക. മൂക്ക്, പുരികം, വായ, ചെവി, മുടി. ഇനി നമ്മൾ കൈ വരയ്ക്കണം. ഇതുപോലെ കൈ വരയ്ക്കുക. ഇതുപോലെ കൈ വരച്ച് കോളർ വരച്ച് ടൈ വരച്ച് ട്രൗസർ വരച്ച് കാലുകളും വരച്ചാൽ ഒരു സ്കൂൾ കുട്ടിയാകും. അങ്ങനെ നമ്മൾ ബി ഉപയോഗിച്ച് ബോയെ വരച്ചു. അപ്പോൾ ബി ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചിത്രം വരച്ചത്. ബി ഫോർ ബോയ്. അടുത്തതായി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് സി ഉപയോഗിച്ചുള്ള ഒരു ചിത്രമാണ്. ഇതുപോലെ ഒരു സി എഴുതണം. കണ്ടില്ലേ? അതിനുശേഷം സിയുടെ അറ്റം ഇങ്ങനെ വളച്ച് വരയ്ക്കണം. ഇനി മുകളിലേക്കൊരു രേഖ വരയ്ക്കുക. ഒരു കർവ് ലൈൻ കൂടെ വരയ്ക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് ഇതുപോലൊരു കർവ് ലൈൻ വരയ്ക്കണം. ഇനി തൂവലുകൾ വരയ്ക്കണം. ബീക്ക് വരയ്ക്കണം. കണ്ണ് വരയ്ക്കുക.
ഇതുപോലെ താഴേക്ക് ഒരു കർവ് ലൈൻ വരച്ച് പിന്നീട് കാല് വരയ്ക്കണം. വിരലുകൾ വരയ്ക്കുക. ഒരു കാല് ഉയർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ, പൊക്കി പിടിച്ചിരിക്കുകയാണ്, കണ്ടില്ലേ? ഇതുപോലെ വരയ്ക്കുക. ഇനി അങ്കവാല് വരയ്ക്കണം. അങ്കവാല് ഇതുപോലെ വരച്ച് തൂവലുകളൊക്കെ വരച്ച് ഭംഗിയാക്കിയാൽ ഒരു കോഴി റെഡിയായി. കോഴിക്ക് എന്താണ് പറയുക? കോക്ക്. COCK, കോക്ക്. അടുത്തതായി നമ്മൾ വരയ്ക്കുന്നത് D കൊണ്ടാണ്. D കൊണ്ട് എന്താണ് വരയ്ക്കാൻ പറ്റുന്നത് നോക്കാം. ഇതുപോലെ വലിയൊരു D വരയ്ക്കുക. ഡിയുടെ സൈഡിലായിട്ട് ഇതുപോലൊരു കർവ് ലൈൻ വരയ്ക്കുക. കാല് വരയ്ക്കുക. ആവശ്യമില്ലാത്ത രേഖകളൊക്കെ മായ്ച്ച് കളയണം. ഇനി ബെൽറ്റ് വരയ്ക്കുക. ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഇത് ഒരു നായ്ക്കുട്ടിയെ വരയ്ക്കുകയാണ് D ഉപയോഗിച്ച്. ചെവി വരയ്ക്കുക. മൂക്ക് വരയ്ക്കുക. ഇനി കണ്ണുകളും വരച്ചു. ഒരു വാലും വരച്ചു. നായ്ക്കുട്ടി ഇങ്ങനെ പമ്മിയിരിക്കുകയാണ്, കണ്ടില്ലേ? ഇനി നമ്മൾ എഴുതുകയാണ് DOG, ഡോഗ്. അടുത്തതായി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ ഉപയോഗിച്ചുള്ള ഒരു ചിത്രമാണ്. ഇതുപോലെ ഈ എഴുതുക. വലിയൊരു എഴുതിയതിന് ശേഷം ഒരു കർവ് ലൈൻ, വളഞ്ഞൊരു ലൈൻ ഇതുപോലെ വരയ്ക്കണം. ഇതുപോലെ വായ വരയ്ക്കുക. കണ്ണ് വരയ്ക്കുക. ചെവി, അങ്ങനെ കാലുകൾ എല്ലാം വരയ്ക്കുമ്പോൾ ഒരു ആനക്കുട്ടിയായി മാറും. കൈ വരയ്ക്കുക. അങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ മായ്ച്ച് കളയണം. കണ്ടില്ലേ? നമ്മൾ ഈ ഉപയോഗിച്ച് ഒരു ആനക്കുട്ടിയെ വരച്ചു. ELE
എലിഫൻറ്റ്. ഇനി അടുത്തതായി നമുക്ക് എഫ് ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കാം. വലിയൊരു എഫ് വരയ്ക്കുക. എന്നിട്ട് എഫിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഒരു വളഞ്ഞ രേഖ വരയ്ക്കണം. അമ്മമാർ കൂടി കുട്ടികളെ സഹായിക്കണം കേട്ടോ. മീനിൻ്റെ വാല് വരച്ചു. കണ്ണ്, വായ, തലയുടെ ഭാഗത്തെ ചിറകുകൾ, മറ്റ് ചിറകുകൾ, അങ്ങനെ സൈഡിലെ 2 ചിറകുകളും വരയ്ക്കുക. എഫ് ഉപയോഗിച്ച് അങ്ങനെ നമ്മൾ ഒരു ഫിഷിനെ വരച്ചു. എഫ് ഫോർ ഫിഷ്. FISH.